നയൻത്ത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അടുത്തൊരു ഇയറിൽ നിങ്ങൾ പോകാനിരിക്കുന്നത് 10ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന കുറച്ച് സംസാരങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി 10ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ് 10ാം ക്ലാസ്. അതേപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് നിങ്ങൾ മരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻജോയ്മെന്റ്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 10ാം ക്ലാസ്സിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്താനം നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് അതേപോലെ തന്നെ നാട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു നമ്മൾ പേടിച്ച് ഇരിക്കേണ്ട ഒരു ഭൂതം വല്ലതുമാണോ? അല്ലെ, ഒരിക്കലുമല്ല അല്ലെ. കാരണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ 10ാം ക്ലാസ്സിലേക്ക് കയറുകയാണെങ്കിൽ, എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വർഷം തന്നെയായി മാറും നിങ്ങളുടെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എബോവ് 95% സ്കോർ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് റോഡ് മാപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്ത് കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്തിരിക്കുക, നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്തിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് ഡൈവ് ഇൻ. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ 9th ചിലപ്പം കാഷ്വൽ മൈൻഡ് സെറ്റിൽ കാഷ്വലായിട്ട് പഠിച്ചു വന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിച്ചിട്ട് എക്സാം പാസ്സായ കുറേ ആൾക്കാർ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ കാഷ്വൽ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എടുക്കണം. 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ക്ലീൻ സ്ലേറ്റ് ആണ്. 9th ചിലപ്പോൾ നിങ്ങൾ 95% സ്കോർ ചെയ്തവരുണ്ടാവാം, 80% സ്കോർ ചെയ്തവരുണ്ടാവും, 50 സ്കോർ ചെയ്തവരുണ്ടാവും. പക്ഷേ എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് വരുമ്പം എല്ലാവരും ക്ലീൻ സ്ലേറ്റിൽ, അതായത് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, എല്ലാവർക്കും ഒരേപോലെ സ്കോർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ആരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതേപോലെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നേറുന്നത്, അവർക്കായിരിക്കും എന്ത് ചെയ്യുക, 95 എബോ ഒക്കെ സ്കോർ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടീച്ചർ വഴക്ക് പറയും എന്ന് വിചാരിച്ച് മാത്രം പഠിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പഠിക്കുക. ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയാലേ എനിക്ക് എന്ത് പറ്റുള്ളൂ, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ വളർത്തിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ, കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതാ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ഫ്രം ഡേ 1. ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക. എന്ന് പറയുമ്പോൾ വെക്കേഷനിൽ എൻജോയ്മെൻറ്റ്സ് വേണ്ട, അതേപോലെ എൻ്റർടൈൻമെൻറ്റ്സ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. വെക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങളുടെ ബേസിക്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ബേസിക്സ് ഒന്ന് സെറ്റാക്കി വെക്കുക. 10th പോകുമ്പോൾ നിങ്ങളുടെ ബേസിക്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 10th കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഡേ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഫോക്കസ് ഓൺ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. NCERT SCERT ഒക്കെ പോലെയുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുക. ഗൈഡും റെഫറൻസ് ബുക്കും ഒക്കെ നോക്കി കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് കോൺസെപ്റ്റ് ക്ലാരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ മാത്സ്, സയൻസ് പോലെയുള്ള സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാത്സ് ഒക്കെ കുറേ കാണാതെ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എക്സാം പേപ്പറിൽ? ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. സോ അവിടെ നിങ്ങൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ കോൺസെപ്റ്റ് മാത്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. നിങ്ങൾ കുറേ പഠിച്ചു, അല്ലെങ്കിൽ കുറേ ക്ലാസ്സസ് കേട്ടു, യൂട്യൂബിലൂടെയും അല്ലാതെയും സ്കൂളിൽ നിന്നും ട്യൂഷനിൽ നിന്നൊക്കെ കുറേ ക്ലാസ്സസ് കേട്ടു. അങ്ങനെ കേട്ട് പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേപ്പറിൽ കൃത്യമായിട്ട് അവിടെ റൈറ്റ് ചെയ്ത് അവർക്ക് ആ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺലി ഓൺ ട്യൂഷൻസ്. അപ്പോൾ ട്യൂഷനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ ട്യൂഷന് പോകുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടിക്കോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചുകൊണ്ട് ട്യൂഷനും സ്കൂളിലും ഒക്കെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ പോയി ഒന്നും കൂടെ നോക്കണം. അതേപോലെ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. സെൽഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൺട്രോൾ ഡിസ്ട്രാക്ഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കൺട്രോൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും അതേപോലെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കണ്ടുകൊണ്ട് കുറേ സമയം കളയുന്ന ആൾക്കാർ നമ്മളുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിൻ്റെ യൂസേജ് ലിമിറ്റ് ചെയ്യുക. ആ 10th നിങ്ങൾ പോകുമ്പോൾ ആ ഒരു കൊല്ലം, ആ ഒരു വർഷം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ടൈം ലിമിറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ കുറേ ഉറക്കമൊഴിഞ്ഞ് പഠിക്കാതെ, അല്ലെങ്കിൽ കുറേ
കുറേ ഫോണിൽ കളിച്ചിരുന്ന് ഉറക്കമൊഴിയാതെ നിങ്ങളുടെ ഉറക്ക് കറക്റ്റായിട്ട് 7 to 8 hours നിങ്ങൾ ഉറക്കമൊക്കെ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറക്കത്തിലും പഠിത്തത്തിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഒരു ടോപ്പർ ആവണോ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആവണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പഠിത്തത്തിലാവാം, സ്റ്റഡീസിലാവാം, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാം പേപ്പറിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ആവാം. അങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തി തരാം. പ്രൊക്രാസ്റ്റിനേഷൻ, നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഞാൻ ഈ വർക്ക് നാളെ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ ചെയ്തോളാം, അല്ലെങ്കിൽ കുറച്ച് സമയമുണ്ടല്ലോ, ബോർഡ് എക്സാമിന് ഇനി മാർച്ചിലല്ലേ വരുന്നത്, ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ്. അത് വളരെ ഒരു വലിയ ട്രാപ്പാണ്. ടൈം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ബിഗ് ട്രാപ്പാണെന്ന് മനസ്സിലാക്കുക. സോ ആ ഒരു ട്രാപ്പിൽ വീഴാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും സമയമേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ അത്ര ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ആ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താം, കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് അവിടെ പഠിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വേസ്റ്റ് ചെയ്യാതെ ആ ഒരു പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാന മിനിറ്റിൽ നിങ്ങൾ പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അത് ടെൻഷൻ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും. അതും ഒഴിവാക്കുക. ഇഗ്നോർ വീക്ക് സബ്ജക്ട്സ്. നിങ്ങളുടെ വീക്കായിട്ടുള്ള സബ്ജക്ട്സ്, സപ്പോസ് ചിലവർക്ക് മാത്സ് വീക്കായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സയൻസ് വീക്കായിട്ടുള്ളവരുണ്ടാവും, അതേപോലെ തന്നെ മേ ബി ലാംഗ്വേജസ് വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് അവസാനത്തേക്ക് മാറ്റി വെക്കാതെ, നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, എനിക്ക് എളുപ്പമുള്ളത് ആദ്യം പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ സ്കോർ വരുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് താഴേക്ക് വരാൻ അത് എന്ത് ചെയ്യാം, കാരണമായേക്കാം. സോ അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റി വെക്കാതെ, അതും എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സബ്ജക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓവർ തിങ്കിങ് ആൻഡ് എക്സാം ടെൻഷൻ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് എക്സാം ആണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യാതെ എന്ത് ചെയ്യുക, കൂളായിട്ട് തന്നെ എക്സാമിനെ നേരിടുക എന്നാണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ കൂടുതൽ റിസൾട്ടിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ പ്രോസസ്സിൽ കംപ്ലീറ്റ് എഫേർട്സ് നിങ്ങൾ 100% എഫേർട്ട് നിങ്ങൾ ആ പ്രോസസ്സിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് താനേ വന്നോളും. സോ റിസൾട്ട് ഫോക്കസ് ചെയ്യാണ്ട് പേടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനെ നേരിടുക. സോ ഞാൻ കുറച്ചൊരു ടിപ്സ് ഇവിടെ പറഞ്ഞുതരാം. സ്മാർട്ട് സ്റ്റഡി ഹാബിറ്റ്സ്, അതായത് ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന കുറച്ചു സ്റ്റഡി ഹാബിറ്റ്സ് ആണ്. ഫസ്റ്റ് ഉള്ളത് ഡെയിലി റിവിഷൻ. നിങ്ങളുടെ ഡെയിലി ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഒരു 30 മിനിറ്റ് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്ലാരിറ്റി ആ ഒരു സബ്ജക്റ്റിൽ കിട്ടുന്നതായിരിക്കും. വീക്ക്ലി സെൽഫ് ടെസ്റ്റ്. വീക്ക്ലിയോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴോ ഒക്കെ സെൽഫായിട്ടൊരു ടെസ്റ്റ് നടത്തുക. ആ ചാപ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വീക്കിലെടുത്ത സബ്ജക്ട്സിനെ കുറിച്ച് ഒരു സെൽഫായിട്ടുള്ള ടെസ്റ്റ് നടത്തി നോക്കുക. എന്നിട്ട് ആ ടെസ്റ്റിലെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റാത്തത്, മിസ്റ്റേക്സ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ച് അത് എന്ത് ചെയ്യുക, ആ ഒരു തരണം ചെയ്യാനുള്ള പ്രോസസ്സ് നിങ്ങൾ അവിടെ ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ല എക്സാമിന് കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് വേണം. 3 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറൊക്കെ സോൾവ് ചെയ്ത് നോക്കുക. ആ ഒരു കൃത്യമായിട്ട് എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ വിന്നിങ് എക്സാം സ്ട്രാറ്റജി എന്ന് പറയാം. എക്സാം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എന്ത് പറയാം, സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്താ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണെന്ന് പറയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അത് ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അതേപോലെ തന്നെ പ്രസന്റ് യുവർ ആൻസേഴ്സ് വെരി നീറ്റ്ലി. അപ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതുമ്പോൾ അത് എക്സാം നോക്കുന്ന ആൾക്ക് നല്ലപോലെ വായിച്ചുകൊണ്ട് മാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ വളരെ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് നീറ്റായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മക്കളെ 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭൂതമോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമോ ഒന്നും അല്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എബോവ് 95% സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ തന്നെ നല്ലപോലെ അടിപൊളിയായിട്ട് ക്ലാസ് 10ലേക്ക് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കട്ടെ, അവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. See you in the next video. Keep studying, keep smiling and all the best.